പ്രധാനപ്പെട്ട ചില പൂർവ ചോദ്യ ഉത്തരങ്ങളെ വിശകലനം ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്. മുൻപ് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ആദ്യത്തേത്, അവൻ എന്ന പദം പിരിച്ചെഴുതുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പദം പിരിച്ചെഴുതുമ്പോൾ വളരെ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൂർവപദവും ഉത്തരപദവും അർത്ഥത്തിന് വ്യക്തത ഉണ്ടായിരിക്കണം. ഇവിടെ അവൻ എന്ന പദം ആണ് തിരിച്ചെഴുതാൻ പറഞ്ഞിട്ടുള്ളത്. മലയാളത്തില് ചുട്ടക്ഷരങ്ങൾ അല്ലെങ്കിൽ ചൂണ്ടിപ്പറയാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ആ, ഈ, എ എന്നീ 3 പദങ്ങളാണ്. അവയെ മലയാളത്തിൽ ചുട്ടക്ഷരങ്ങൾ എന്ന് പറയും, ചൂണ്ടക്ഷരങ്ങൾ എന്ന് പറയും. നമ്മൾ ചൂണ്ടി പറയാൻ ഉപയോഗിക്കുന്ന അത്, ഇത്, ഏത്, അല്ലെങ്കിൽ അവൻ, ഇവൻ, ഏവൻ എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന ആ, ഈ, എ, ഈ ചുട്ടക്ഷരങ്ങൾക്ക് പരമായി സ്വരാക്ഷരം വരികയാണെങ്കിൽ വ എന്ന അക്ഷരം ആഗമിക്കും. വകാരാഗമമേ ചേരൂ ചുട്ടെഴുത്തുകൾ മുമ്പിലും. ചുട്ടെഴുത്തുകൾക്ക് മുൻപില് വകാരം എന്ന പദം ആണ് ആഗമിക്കുക എപ്പോഴും. അതുപ്രകാരം ആ പ്ലസ് അൻ എന്ന് പറയുമ്പോൾ ആണ് അവൻ എന്ന് നമുക്ക് കിട്ടുക. ആ അധികം അൾ, അവൾ. ഈ പ്ലസ് അൻ, ഇവൻ. ഈ അധികം അൾ, ഇവൾ. എ അധികം അൻ, യവൻ. എ അധികം അൾ, യവൾ. ഇങ്ങനെയാണത് സംഭവിക്കുക. അപ്പൊ അതിന് മലയാളത്തിലെ ഒരു ന്യായം അതാണ്, വകാര ആഗമമേ ചേരൂ ചുട്ടെഴുത്തുകൾ മുൻപിലും അറിവാൻ അറിവേനെന്ന വകാരം ഭാവി ചിഹ്നമാം എന്നാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ അധികം അൻ എന്ന സി ഉത്തരമാണ് കറക്റ്റ്. ശരിയായ ഉത്തരം സി ആണ്. അടുത്തത് ചോദ്യം, ആദേശസന്ധിക്ക് ഉദാഹരണമാണ് എ പച്ച അധികം കുതിര, പച്ചക്കുതിര. പന അധികം ഓല, പനയോല. വി വിൺ അധികം തലം, വിണ്ട. തലം. ഡി കേട്ടു അധികം ഇല്ല, കേട്ടില്ല. നമുക്ക് അറിയാം മലയാളത്തിലെ സന്ധി എന്ന് പറയുന്നത് പദങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന അക്ഷരങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം, വർണ്ണത്തിനുണ്ടാകുന്ന മാറ്റം. 2 പദങ്ങളെ തമ്മിൽ ചേർക്കുമ്പോൾ വർണ്ണത്തിൽ സംഭവിക്കുന്ന വികാരം, വർണ്ണവികാരത്തെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പദങ്ങൾ ചേർക്കുമ്പോൾ അറിയാം ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. പച്ച അധികം കുതിര, പച്ചക്കുതിര എന്ന് ക അവിടെ ഇരട്ടിച്ചു. അപ്പോൾ അവിടെ അത് ഇരട്ടിപ്പാണ് സംഭവിച്ചത്. അതായത് ഉത്തരപദം, പൂർവപദം എന്ന് പറയുന്നത് ആദ്യം കാണുന്ന പദമാണ്. ഉത്തരപദത്തിലെ ആദിയിലിരിക്കുന്ന വർണ്ണം ഇരട്ടിച്ചു. അത് ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. നമ്മുടെ ചോദ്യം ആദേശസന്ധിക്ക് ഉദാഹരണമാണ് എന്നാണ്, ഏതാണെന്നുള്ളതാണ്.
അടുത്ത സി നമുക്ക് പരിശോധിക്കാം. പന അധികം ഓല പനയോല എന്നതാണ്. അവിടെ ഒരു പുതിയ വർണ്ണം ആഗമിച്ചു. യ എന്ന അക്ഷരം ആഗമിച്ചു. അത് ആഗമസന്ധിക്ക് ഉദാഹരണമാണ്. ബി നമുക്ക് നോക്കാം. വിൺ പ്ലസ് തലം വിൺതലം എന്നാണ്. വിൺതലം. അവിടെ പുതിയതായ ഒരു വർണ്ണം വരികയാണ്. പക്ഷെ അവിടെ തലം എന്നുള്ളതിലെ ത അത് ട എന്ന അക്ഷരത്തിലേക്ക് മാറി. അപ്പോൾ വിൺതലം എന്നായി. വിൺതലം എന്നുള്ളത് വിൺതലം എന്നായി. അടുത്തത് കേട്ടു പ്ലസ് ഇല്ല കേട്ടില്ല. അവിടെ ഒരു വർണ്ണം ഉപേക്ഷിച്ചു. അതിന് പകരം അവിടെ ഈ യുടെ സ്വരചിഹ്നമാണ് വന്നത്. അപ്പോൾ ഇവിടെ ആദേശസന്ധി എന്ന് പറയുമ്പോൾ ഒരു വർണ്ണം പോകാതെ അവിടേക്ക് മറ്റൊരു വർണ്ണം കടന്നു വരുന്നു എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ഉത്തരം ബി ആണ്. വിൺ പ്ലസ് തലം വിൺതലം എന്നതാണ് ആദേശസന്ധിയായിട്ട് വരുന്നത്. മറ്റൊന്നും ആദേശസന്ധിക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അടുത്ത ചോദ്യം, ആർക്കിടൈപ്പ് എന്നതിന്റെ മലയാളം ആണ് ചോദിക്കുന്നത്. എന്ന പദത്തിന്റെ മലയാളം. ആർക്കിടൈപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപങ്ങൾ, ആദ്യ രൂപങ്ങൾ എന്നാണ്. മൂലധനം എന്നല്ല, ക്യാപിറ്റലാണ്. ജീവചരിത്രം അല്ല, അത് ബയോഗ്രഫിയാണ്. കൊലയാളി എന്നുള്ള പദമേ അല്ല. പിന്നെ നമ്മൾ കാണുന്നത് ഓപ്ഷൻ ഡി, ആദിപ്രരൂപം എന്നാണ്. ആർക്കിടൈപ്പുകൾ എന്ന് പറഞ്ഞാൽ ആദിപ്രരൂപം എന്നാണ്. വളരെ പഴയ രൂപത്തെ അനുസന്ധാനം ചെയ്യുന്നത് എന്നതാണ് ആർക്കിടൈപ്പ് എന്നർത്ഥം വരുന്നത്. ഉത്തരം ഡി ആണ്. അടുത്തത് 74-ാമത്തെ ചോദ്യം ഒരു പ്രയോഗമാണ്. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്നതാണ് പ്രയോഗം. ചെല്ലം പെരുത്താൽ ചിതലരിക്കും. അത് ഓപ്ഷൻ എ, അതിവാത്സല്യം അപകടകാരിയാണ്, മറ്റുള്ളവരെ വിശ്വസിക്കരുത്, പണം തന്നെ പ്രധാനം, വിദ്യാധനം ഏറ്റവും വലിയ സമ്പത്ത്. എ ബി സി ഡി 4 ചോയ്സുകളാണ് നമുക്കുള്ളത്. ചെല്ലം പെരുത്താൽ ചിതലരിക്കും. ചെല്ലം എന്ന വാക്കിനർത്ഥം പല അർത്ഥങ്ങളുണ്ട്. അതിന് ചെല്ലം നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉപയോഗിക്കുന്ന മുറുക്കാൻ ഒക്കെ താമ്പൂലമിട്ട് വയ്ക്കുന്ന പാത്രത്തെ ചെല്ലം എന്ന് പറയാറുണ്ട്. മറ്റൊരു അർത്ഥം തെക്കൻ തിരുവിതാംകൂറിൽ അതിനർത്ഥം ചെല്ലക്കുട്ടി എന്ന് പറഞ്ഞാൽ അരുമയായ വാത്സല്യനിധിയായ കുട്ടി എന്നൊക്കെയാണ്. ആ ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്നത് വാത്സല്യം അധികമായാൽ അത് അപകടകാരിയാണ് എന്ന അർത്ഥത്തിലാണ്. ചിതലരിക്കുക എന്ന് പറഞ്ഞാൽ അത് നാശമാകുക എന്നതാണ്. ആ വസ്തുവിന് നാശം സംഭവിക്കുക എന്നതാണ്. അപ്പോൾ ചെല്ലം പെരുത്താൽ, വാത്സല്യം പെരുത്താൽ അധികമായാൽ അത് നാശമാണ് എന്നതാണ് ആ പ്രയോഗത്തിന്റെ അന്തരാർത്ഥം. അപ്പോൾ ഉത്തരം എ ആണ്. അതിവാത്സല്യം അപകടകാരിയാണ് എന്നാണ് ആ പ്രയോഗം സൂചിപ്പിക്കുന്നത്. അടുത്തത് 75 ചോദ്യം. എഴുപത്തിയഞ്ചാമത്തെ ചോദ്യം ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക എന്നാണ്. 75-ാമത്തെ ചോദ്യം ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക എന്നതാണ്. മാർഗം ഒറ്റപ്പദം. അത് ചോദ്യം തിതീർഷ എന്ന വാക്കിന്റെ ഒറ്റപ്പദമാണ്. തിതീർഷ. ഇങ്ങനെ ചില വാക്കുകളുണ്ട്. പിപാസ. പിപാസ എന്ന് വെച്ചാൽ കുടിക്കാനുള്ള ആഗ്രഹം. ബുഭുക്ഷു ഭക്ഷണം കഴിക്കാൻ ഉള്ള ആവശ്യം. ദിദൃക്ഷു കാണുവാനുള്ള ആഗ്രഹം. ദിദൃക്ഷ
ദിദൃക്ഷു എന്ന് വെച്ചാൽ കാണാൻ ആഗ്രഹിക്കുന്നവൻ. ബുഭുക്ഷു ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവൻ. ബുഭുക്ഷ വിശപ്പ്. അതുപോലെ തന്നെ ഒരു പദമാണ് തിതീർഷ. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. മാർഗം തെളിക്കുന്നയാൾ, കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ, അപവാദം പറയുന്നയാൾ, തരണം ചെയ്യാനുള്ള ഇച്ഛ. ഇങ്ങനെ 4 ചോയ്സ് ആണ് നമുക്കുള്ളത്. തിതീർഷ. തിതീർഷ എന്ന വാക്കിന്റെ ഒറ്റപ്പദം തരണം ചെയ്യാനുള്ള ഇച്ഛ. തരണം ചെയ്യുക, മറികടക്കാൻ, ഏതെങ്കിലും ഒരു പ്രയാസത്തെ മറികടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ മറികടക്കാനുള്ള ഇച്ഛയാണ്, ആഗ്രഹമാണ് തിതീർഷ എന്ന വാക്കിന് ഒറ്റപ്പദം. അപ്പൊ തരണം ചെയ്യാനുള്ള ഇച്ഛ എന്നതിന്റെ ഒറ്റപ്പദമാണ് തിതീർഷ. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു എന്ന് പറയും. അവിടെ ബി നമുക്ക് നോക്കാം. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നാണ്. അതിന് ഒറ്റപ്പദം ഏതാന്ന് ചോദിച്ചാൽ കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു. ഇനി അതുപോലെ തന്നെ വിശക്കുന്നവൻ ബുഭുക്ഷു. കാണാൻ ആഗ്രഹിക്കുന്നയാൾ അല്ലെങ്കിൽ കാണാൻ ഇച്ഛയുള്ളയാൾ ദിദൃക്ഷു എന്നൊക്കെ ഒറ്റപ്പദം പറയാം. 76-ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആ 2 പദങ്ങളില് പെയർ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ജംഗമം, സ്ഥാവരം. നമുക്കറിയാം കൂട്ടത്തിൽ പെടുന്നതാണ്. ജംഗമം എന്ന് വെച്ചാൽ ചലിക്കുന്നത്, സ്ഥാവരം ഒരിടത്ത് ഉറച്ചു നിൽക്കുന്നത്. മണ്ഡനം എന്ന് വെച്ചാൽ തഴുകൽ എന്നാണ് അർത്ഥം. ഖണ്ഡനം കീറുമുറിക്കൽ എന്നാണ്. അതും നമുക്ക് കൂട്ടത്തിൽ പെടുത്താവുന്നതാണ്. വ്യഷ്ടി, വ്യക്തി എന്നാണ് അർത്ഥം. സമഷ്ടി, സമൂഹം എന്നാണ് അർത്ഥം. വ്യക്തിയും സമൂഹവും ഒരു ഗ്രൂപ്പിൽ പെടുത്താവുന്നതാണ്, പെയറാണ്. ജംഗമവും സ്ഥാവരവും ഒരു പെയറാണ്. മണ്ഡനവും ഖണ്ഡനവും ഒരു പെയറാണ്. അവിടെ നമുക്ക് ഉഗ്രം, അത്യുഗ്രം, അതൊരു പെയറെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉഗ്രം എന്ന് വെച്ചാൽ എന്താ പറയാ, ഗംഭീരമായ, ഭീകരമായ, അതിഭീകരം എന്നേ ഉള്ളൂ. അത് അവിടെ അതിനെ ഒരു പെയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൂട്ടത്തിൽ പെടുത്താവുന്ന പദങ്ങളല്ല അവിടെ. അപ്പോൾ ഉത്തരം ഡി ആണ്. 76-ാമത്തെ ഉത്തരം ഡി ആണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഉഗ്രം, അത്യുഗ്രം, അതാണ് ശരി. 77-ാമത്തെ ചോദ്യം കുതിരയുടെ പര്യായം അല്ലാത്തത് ഏത് എന്നാണ്. കുതിരയുടെ പര്യായം അല്ലാത്തത് ഏത്? 77-ാമത്തെ ചോദ്യമാണ്. നഗജം, ഹയം, കോടകം, പീതി. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. കുതിരയുടെ പര്യായം അല്ലാത്തതാണ്. ഹയം കുതിരയുടെ പര്യായമാണ്. കോടകമാണ്, പീതിയാണ്. നഗജം എന്ന പദമാണ് കുതിരയുടെ പര്യായം അല്ലാത്തത്. അപ്പോൾ 77-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എ ആണ്. ഉത്തരം എ ആണ്, നഗജം എന്നതാണ്. അടുത്തത് 78-ാമത്തെ ചോദ്യമാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? നമുക്കറിയാം പൂജക ബഹുവചനത്തിന് അർ എന്നത് പൂജക ബഹുവചനത്തിന്റെ പ്രത്യയം ആണ്. ആരെന്ന ലിംഗവും സ്ത്രീകൾക്ക് ഇവയ്ക്ക് മാർ സലിംഗവും ക്ലീവത്തിൽ കൽ ചേർച്ച പോലെ പൂജകത്തിന് 3 മാം എന്നാണ് അതിന്റെ നിയമം. അപ്പൊ ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. മിടുക്കർ, വൈദ്യർ, സ്ത്രീകൾ, നദികൾ. 79-ാമത്തെ ചോദ്യമാണ്. മിടുക്കർ അത് അലിംഗമാണ്, ആണും പെണ്ണും ഒരുമിച്ച് പറയുന്നതാണ്. വൈദ്യർ, സ്ത്രീകൾ, അത് പുല്ലിംഗം, അത് സ്ത്രീലിംഗമാണ്. നദികൾ അത് നപുംസകലിംഗമാണ്. അവിടെ നമുക്ക് പൂജകത്വം വരുന്നത് വൈദ്യർ എന്ന് തന്നെയാണ്. ബി ആണ് ഉത്തരം. വൈദ്യർ നമ്മൾ പറയാറുണ്ട്. ഭീഷ്മർ, അവർകൾ എന്നൊക്കെ നമ്മൾ
പറയുന്നത് കൗരവർ, പാണ്ഡവർ, ദ്രോണർ, തൃപരർ എന്നൊക്കെയുള്ള അർ എന്നുള്ളത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. 70ാമത്തെ ചോദ്യം പൂജക ബഹുവചനത്തിന് ഉദാഹരണം അവിടെ ബി ഓപ്ഷനാണ്, വൈദ്യർ എന്നതാണ് ശരിയായ ഉത്തരം. അടുത്തത് 79. കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കരണി പ്രസവം ആവർത്തിച്ചുള്ള പ്രസവം, കരടിയുടെ പ്രസവം, കാലം തെറ്റിയ പ്രസവം, അപൂർവമായ സംഭവം. കരണി പ്രസവം നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ 79 കരണി പ്രസവം ആവർത്തിച്ചുള്ള പ്രസവം അല്ല, അത് സൂകര പ്രസവം എന്നറിയപ്പെടുന്നതാണ്. കരടിയുടെ പ്രസവം അല്ല. ഈ കാലം തെറ്റിയ പ്രസവത്തിനെയാണ് നമ്മൾ കരണി പ്രസവം എന്ന് പറയുന്നത്. അപൂർവമായ സംഭവമല്ല, കാലം തെറ്റിയ പ്രസവം എന്നതിനാണ് കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം. മലയാളത്തിൽ ധാരാളം ശൈലികളുണ്ട്. ആ ശൈലികളിൽ ഒന്നാണ് കരണി പ്രസവം എന്ന് പറയുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ്, കാലം തെറ്റിയ പ്രസവം എന്നതാണ് ആ ശൈലിയുടെ അർത്ഥം. ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസിന്റെ ഭാഗത്ത് ചർച്ച ചെയ്തിട്ടുള്ളത്. മറ്റ് ചോദ്യ അവധികളുമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.